എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 4th സെമസ്റ്റർ BSc ഇലക്ട്രോണിക്സിൻ്റെ മൈക്രോ പ്രോസസ്സർ ആൻഡ് ഇൻ്റർഫേസിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ 8085ൻ്റെ ഇൻട്രപ്റ്റിനെ പറ്റിയാണ്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഇൻട്രപ്റ്റ് എന്ന് നോക്കാം. വാട്ട് ഈസ് ആൻ ഇൻട്രപ്റ്റ്? നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് വേണേൽ പറയാം തടസ്സങ്ങൾ ഇൻട്രപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഡിക്ഷണറിയിൽ അതിൻ്റെ മീനിങ് ടു മേക്ക് എ ബ്രേക്ക് ഇൻ. ഇൻട്രപ്റ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ടു മേക്ക് എ ബ്രേക്ക് ഇൻ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫോൺ കോൾ വരുന്നു. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഫോണിലോട്ട് ശ്രദ്ധിക്കും, ദെൻ അടുത്തതായിട്ട് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കും. അത്ര അർജൻറ്റുള്ള കോളാണെങ്കിൽ നമ്മൾ എടുക്കും, അല്ലെങ്കിൽ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് കളയും. ഇപ്പം വീണ്ടും നമ്മൾ അർജൻറ്റുള്ള കോളാണ് എടുക്കുന്നു. എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നുള്ള മെസ്സേജ് തൊട്ടടുത്തൊരു ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. സാധാരണ നമ്മൾ എന്തായിരിക്കും ഇപ്പം ചെയ്യുക? നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് എവിടെ വരെയാണോ വായിച്ചിരിക്കുന്നത് അവിടെ ഒരു ബുക്ക് മാർക്ക് വെച്ചിട്ട് നമ്മൾ ബുക്ക് മടക്കി വെക്കുന്നു. നമ്മൾ ആ കോളിനനുസരിച്ച് ആക്സിഡന്റ് നടന്ന സൈറ്റിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ നോവൽ വായിച്ചുകൊണ്ടിരുന്ന നോവൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ എവിടെയാണോ നമ്മൾ നിർത്തിയിരിക്കുന്നത് അവിടുന്ന് വീണ്ടും വായിച്ചു തുടങ്ങുന്നു. സോ ഇതാണ് നമുക്കൊരു ഇൻട്രപ്റ്റ് എന്ന് പറയാൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം മെഷീൻ്റെ കേസ് എടുത്താലും, മെഷീൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മൈക്രോ പ്രോസസ്സർ അല്ലെ കമ്പ്യൂട്ടർ. സോ പിന്നെ മൈക്രോ പ്രോസസ്സർ ഈസ് ഇൻട്രപ്റ്റഡ്. നമ്മൾ സാധാരണ മാനുവലായിട്ട് നമ്മൾ ഇൻട്രപ്റ്റഡ് ആവുമ്പോൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് തടസ്സങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ മൈക്രോ പ്രോസസ്സർ ഇൻട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്തിട്ട് അത് സ്പെഷ്യൽ റൊട്ടീൻ വിച്ച് ഈസ് കോൾഡ് സർവീസ് ഇൻട്രപ്റ്റ് റൊട്ടീൻ എന്നുകൂടിയും പറയും. ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ പോയി അതിൽ എന്താണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് ചെയ്യുന്നു. നമുക്കൊരു കോൾ വരുമ്പോൾ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു സൈറ്റിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ ഓൾറെഡി സംതിങ് ഈസ് റിട്ടൺ ഇൻ അവർ മെമ്മറി. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കോൾ വന്ന് ഇങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി അറ്റൻഡ് ചെയ്യണമെന്ന് നമ്മുടെ മെമ്മറിയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഇൻസിഡന്റ് നടന്ന സ്ഥലത്തേക്ക് അല്ലെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് നമുക്ക് സാധിച്ചത്. അത് അറിവില്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് പോകാൻ പറ്റില്ല. അതുപോലെ മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്ത് ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രോഗ്രാമാണ് എന്താണ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ആണ് പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുക. സോ വീണ്ടും നമുക്ക് അതിനെ കുറച്ചും കൂടെ ഇൻട്രപ്ഷനെ ഡിഫൈൻ ചെയ്യാം. ദി ഈവന്റ് ദാറ്റ് കോസ് ദ ഇൻട്രപ്ഷൻ ഈസ് കോൾഡ് ഇൻട്രപ്റ്റ്. എന്ത് സംഭവമാണോ ഇൻട്രപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംഭവം എന്താണോ അവിടെ നടന്നിരിക്കുന്നത് അതിനാണ് ഇൻട്രപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നോവലിൻ്റെ അകത്ത് ഫോൺ കോൾ ആണ് എൻ്റെ ഇൻട്രപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. സോ സ്പെഷ്യൽ റൊട്ടീൻ എക്സിക്യൂട്ട് ടു സർവീസ് ദ ഇൻട്രപ്റ്റ് ഈസ് കോൾഡ് ISR ഓർ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ. അപ്പോൾ സാധാരണ ഒരു മെഷീൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മെഷീൻ വർക്ക് ചെയ്യുക. ഒരു ഇൻട്രപ്റ്റ് വന്നാലും അതൊരു സർവീസ് റൊട്ടീനിലോട്ട് പോകുന്നു. ഒരു പ്രത്യേക മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട് അവിടെ എന്താണോ പ്രോഗ്രാം എഴുതി വെച്ചിരിക്കുന്നത് ആ പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത് ISR അല്ലെ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ എന്ന് പറയുന്നത്.
So അടുത്തത് നമ്മൾ ഇന്ററപ്റ്റിനെ എങ്ങനെ So different classification of interrupts. So ഇതിനെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഹാർഡ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറയുന്നതാണ്. An interrupt caused by the external signal is called hardware interrupt. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണത്തിന്റെ അകത്ത് ഞാൻ നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെളിയിൽ നിന്ന് ഒരു കോള് വരുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ആണ്. എനിക്ക് വെളിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അതിലെനിക്കുള്ളത്. ആ വെളിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നതാണ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ഹാർഡ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സിഗ്നൽ എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത കാറ്റഗറി സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്. ആൻ ഇന്ററപ്റ്റ് കോസ്ഡ് ബൈ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്. അതിൻ്റെ ഒരു അർത്ഥം, അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുക, ഞാൻ നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് തൊട്ടടുത്ത് തീപിടുത്തം ഉണ്ടാകുന്നു, ഞാൻ സ്വയം ഏറ്റോടി അത് കെടുത്താനായിട്ട് പോകുന്നു. അവിടെ വെളിയിൽ നിന്നൊരു നിർദ്ദേശം എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ഞാൻ ചെയ്യുന്നു. അതിനെ വേണേൽ നമുക്ക് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എന്ന് വേണേൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. വീണ്ടും ഇന്ററപ്ഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് മാസ്കബിൾ ഇന്ററപ്റ്റ്. അല്ല, ഡിലേ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ക്യാൻ ബി ഡിലേഡ് ഓർ റിജക്റ്റഡ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നോവൽ വായിച്ചുകൊണ്ടിരുന്നപ്പം ഫോൺ കോൾ വന്നു, എനിക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല, സോ ഐ റിജക്ട് ഇറ്റ്. സോ ഇറ്റ് ഇസ് എ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് വിളിക്കാം. അതുപോലെ മെഷീന്റെ കേസിലും ഏതെങ്കിലും ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അതിനെ റിജക്ട് ചെയ്ത് കളയും. അല്ല, മാസ്ക് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. മറച്ചു വെച്ചിരിക്കുന്ന ഒരു ഇന്ററപ്റ്റ് ആണെങ്കിൽ അതൊരിക്കലും ആ ഇന്ററപ്റ്റ് പോയി സർവീസ് ചെയ്യാൻ വേണ്ടി പോകില്ല. അതിന്റെ അടുത്ത നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. cannot be delayed or reject. അത് മറച്ചു വെക്കാത്ത ഇന്ററപ്റ്റ് ആണ്. അത് ഡിലേ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സർവീസ് ഈസ് മസ്റ്റ്. നമുക്ക് ഡിലേ ചെയ്യാനോ റിജക്ട് ചെയ്യാനോ പറ്റത്തില്ല. മസ്റ്റ് ആയിട്ട് പോയി നമ്മൾ സർവീസ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് വിളിക്കുന്നത്. വീണ്ടും നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് വെക്ടേർഡ്, വേർ ദ സബ് റൂട്ടീൻ സ്റ്റാർട്ട് ഈസ് റെഫേർഡ് ടു ആസ് വെക്ടേർഡ് ലൊക്കേഷൻ. അപ്പൊ ഇന്ററപ്റ്റ് എന്ന് ഞാൻ പറയുന്നത് മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വരുന്ന തടസ്സങ്ങളെയാണ് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ തടസ്സങ്ങൾ നേരിട്ടാൽ നമ്മൾ സബ് പ്രോഗ്രാം ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേറൊരു മെമ്മറി ലൊക്കേഷൻ എഴുതി വെച്ചിരിക്കുന്ന വേറൊരു സബ് റൂട്ടീന് ഓർ സബ് പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. ആ സബ് റൂട്ടീൻ എഴുതി വെച്ചിരിക്കുന്ന മെമ്മറി അഡ്രസ്സിനെ നമ്മൾ വെക്ടേർഡ് ലൊക്കേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ വെക്ടേർഡ് ലൊക്കേഷൻസ് എന്നുള്ള ഇന്ററപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നോൺ വെക്ടേർഡ് ഇന്ററപ്റ്റ്സ് ആർ ദെയർ. The address of this service routine need to be supplied externally by the device. ഇത് മെമ്മറിക്കകത്തായിരിക്കും ഇതുള്ളത്. വെളിയിലുള്ള ഡിവൈസിന്റെ ഡിവൈസ് ആയിരിക്കും ഈ നോൺ വെക്ടേർഡ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത്. പ്രിന്റർ ആകാം, അതേപോലെ ഏതെങ്കിലും ഡിവൈസുകളാകാം. ആ ഡിവൈസിന്റെ അഡ്രസ് ആണ് ഇവിടെ നോൺ വെക്ടേർഡ് മെമ്മറി അഡ്രസ് എന്ന് നമ്മൾ പറയുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകൂടെ ഒന്ന് പറയാം. ഹാർഡ്വെയർ ഇന്ററപ്റ്റ്, സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്, മാസ്കബിൾ ഇന്ററപ്റ്റ് ആൻഡ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. ഈ മാസ്കബിൾ ഇന്ററപ്റ്റ് ആൻഡ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും എടുത്തു പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ അതിന്റെ ഒരു സബ് ഡിവിഷനായിട്ട് വരുന്നതാണ്. പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാസ്കബിൾ ഇന്ററപ്റ്റ് ആൻഡ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റിനെ പറ്റി ആണ്. സ്ട്രക്ചറിനെ പറ്റി നമുക്ക് പറയാം. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ തന്നിരിക്കുന്ന 8085ന്റെ പിൻ ഡയഗ്രാമാണ്. 8085 ഈസ് എ 40 പിൻ IC. ഈ 40 പിൻ ICക്കകത്ത് 5 പിന്നുകൾ, ദറ്റ് ഈസ് ട്രാപ്പ്, RST 7.5, RST 6.5, RST 5.5 ആൻഡ് INTR. ഈ 5 പിന്നുകളാണ് 8085ന്റെ ഇന്ററപ്റ്റ് പിൻ എന്ന് പറയുന്നത്. So 5 interrupt inputs are there. That is a trap, is a non-maskable interrupt. Then RST 7.5 is a maskable interrupt. 6.5 RST 5.5 and INTR. ഈ 5 ഇന്ററപ്റ്റുകളാണ് 8085നെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട്
പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ആദ്യത്തെ ട്രാപ്പ് എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. ബാക്കിയുള്ള എല്ലാ ഇൻട്രപ്റ്റുകളും മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മാസ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ട്രാപ്പ് മാത്രം നമുക്ക് മറച്ചു വെക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ട്രാപ്പിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതൊരിക്കലും റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെയുള്ള ഇൻട്രപ്റ്റിനാണ് ട്രാപ്പ് എന്ന് പറയുക. എൻ്റെ അകത്ത് അഗൈൻ ഒരു INTR എന്ന് പറയുന്ന ഒരു ഇൻട്രപ്റ്റ് വരുന്നുണ്ട്. സോ INTR എന്ന് പറയുന്നത് നോൺ വെക്റ്റേർഡ് വിച്ച് റിക്വയർ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ടു സപ്ലൈ കാൾ location to restart the execution. It's a non-vectored, again once again I repeat it, it's a non-vectored which requires external hardware to supply call location. Call എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് നമ്മൾ കാൾ ഇൻസ്ട്രക്ഷൻ പഠിക്കുന്നുണ്ട്. ഓരോ ഇൻട്രപ്റ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഒരു കാൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇറ്റ്സ് എ കാൾ ലൊക്കേഷൻ ടു സ്റ്റാർട്ട് ദി എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ INTR എന്നുള്ള ഈ ഇൻട്രപ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറിയിലോട്ട് പോകണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലൊക്കേഷനിലോട്ട് നമ്മൾ പോകണം. other വെക്റ്റർ അങ്ങനെയുള്ളതിനാണ് നമ്മൾ INTR എന്ന് വിളിക്കുന്നത്. അഗെയിൻ INTR എന്ന് പറയുന്നത് ഇറ്റ്സ് എ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണുള്ളത്. 8 RST ഇൻസ്ട്രക്ഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. INTRന്റെ അകത്ത് വീണ്ടും 8 RST ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ഓരോ RST, ദാറ്റ് ഈസ് RST1, RST2, RST3, RST4, RST5, RST6, RST7, 0 to 7 വരെയുള്ള 8 RST ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ഓരോ RST ഇൻസ്ട്രക്ഷനും 1 ബൈറ്റ് കാൾ ഇൻസ്ട്രക്ഷൻ ആണ്. വൺസ് അഗൈൻ, ഓരോ RST ഇൻസ്ട്രക്ഷൻസും ഒരു 1 ബൈറ്റ് കാൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കാൾ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്? സബ് റൂട്ടീൻ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ RST1 എന്ന് പറഞ്ഞാൽ കോൾ 1 സബ് റൂട്ടീൻ, ഒരു മെമ്മറിയിലുള്ള സബ് റൂട്ടീൻ, ദാറ്റ് ഈസ് എൻ എക്സ്റ്റേണൽ ഹാർഡ്വെയർ, എക്സ്റ്റേണൽ ഡിവൈസിനാണ് നമ്മൾ കാൾ ചെയ്യുന്നത്. അങ്ങനെ 8 ഡിവൈസുകളെ നമുക്ക് അതിൻ്റെ അകത്ത് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കാൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെ ഈ INTR എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ INTRന്റെ അകത്ത് RST ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. നമ്മൾ വീണ്ടും ഫിഗറിലോട്ട് നമ്മൾ വരുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ 8085 ഇൻട്രപ്റ്റിനെ ഒന്നും കൂടെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് എ ട്രാപ്പ്, then 7.5, RST 6.5, RST 5.5 and INTR, and one more signal is there, that is INTA. It is a signal generated by the 8085 signal. ബാക്കിയുള്ള 5 മൈക്രോ പ്രോസസറിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻട്രപ്റ്റ് സിഗ്നൽ ആണ്. INTA എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് അക്നോളജ്മെന്റ് ആണ്. നമ്മൾ എപ്പോഴും അക്നോളജ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുക? നമ്മളൊരു മണി ഓർഡർ അയക്കുന്നു. മണി ഓർഡർ കിട്ടിയ ആള് തിരിച്ച് അത് മണി ഓർഡർ കിട്ടി എന്നുള്ള ഒരു അക്നോളജ്മെന്റ് ലെറ്റർ നമുക്ക് കിട്ടുന്നത്, അതാണ് അക്നോളജ് എന്ന് പറയുന്നത്. ഇവിടെ INTR എന്ന് പറയുന്ന ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് 8085 സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അക്നോളജ്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ അക്നോളജ്മെന്റ് സിഗ്നൽ നമ്മൾ എക്സ്റ്റേണൽ ട്രൈ സ്റ്റേറ്റ് ഡിവൈസിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഡിവൈസിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള എക്സ്റ്റേണൽ ഹാർഡ്വെയറിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഇന്ററപ്റ്റുകളെല്ലാം എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യും. ഇതിന്റെ ചില ഇന്ററപ്റ്റ് മാസ്കബിൾ എന്ന് പറയുന്നത്, ചിലത് നോൺ മാസ്കബിൾ എന്ന് പറഞ്ഞു. ഇത് മാസ്ക് ചെയ്യണോ നോൺ മാസ്ക് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി 2 ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഒന്ന് EI എന്ന് പറയുന്നത്, enable interrupt, and the second one is DI, disable interrupt. So EI instruction is a 1 byte instruction. It is used to enable the non-maskable interrupt. അതുപോലെ തന്നെ DI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ is also 1 byte instruction. It is used to disable non-maskable interrupt. ഇതിൻ്റെ അകത്ത് എന്താണ് 1 byte instruction എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. 1 byte instruction, 2 byte instruction, 3 byte instruction എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
അപ്പൊ അതിൻ്റെ അകത്ത് 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബൈറ്റ് കൊണ്ട് ഇൻസർഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് 1 ബൈറ്റ് ഇൻസർഷൻ എന്ന് പറയുന്നത്. സോ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. ഇപ്പൊ രണ്ട് ഇയും എന്ന് പറയുന്ന രണ്ട് ഇൻസർഷൻസ്, എനേബിൾ ഇന്ററപ്റ്റ് ആൻഡ് ഡിസേബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പൂർത്തിയാവുകയാണ്. നമ്മൾ അടുത്ത സെക്ഷനായിട്ട് ഇന്ററപ്റ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.